ഹലോ കൂട്ടുകാരെ, കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ പച്ചക്കറി കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കാൻ കൂട്ടാക്കില്ല. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, വായിലേക്ക് വെക്കുന്നതിന് മുമ്പേ തന്നെ തുപ്പിയിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇങ്ങനൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, ഏത് കുഞ്ഞുങ്ങളാ കഴിക്കാത്തത്? കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ കഴിക്കുന്ന ടേസ്റ്റിയായ ബീട്രൂട്ട് പൂരിയും ബീട്രൂട്ട് ചപ്പാത്തിയും വിത്ത് വെജ് കുറുമയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബീട്രൂട്ടും ക്യാരറ്റും ജീരകവും മല്ലിയിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയുടെ പദത്തിന് ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം പൂരിയുടെ പദത്തിന് പരത്തി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുത്താൽ നമ്മുടെ ബീട്രൂട്ട് പൂരി ഇവിടെ റെഡി. അത് തന്നെ കുറച്ചുകൂടെ വലിപ്പത്തിന് പരത്തി ദോശ തവയിലിട്ട് എണ്ണ തടവി തിരിച്ചും മറിച്ചും ചുട്ടെടുത്താൽ നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തി റെഡി. അപ്പോൾ ഇതിന് രണ്ടിനും കോമ്പിനേഷൻ ഒരു വെജ് സ്റ്റൂ കൂടെ ഉണ്ടാക്കിയാലോ? പച്ചമുളക്, പൊട്ടാറ്റോ, ഉള്ളി, ക്യാരറ്റ്, തക്കാളി എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, വയണയില എന്നിവ ചേർത്ത് ഒന്ന് മൂക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചേർക്കാവുന്നതാണ്. പൊട്ടാറ്റോ, സവാള, പച്ചമുളക് കീറിയത്, ക്യാരറ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം അടി പിടിക്കാതെ വേഗം വെന്ത് കിട്ടുന്നതിനായി വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ചേർക്കാനുള്ള പേസ്റ്റ് തയ്യാറാക്കാം. തേങ്ങ തിരുമിയത്, അണ്ടിപ്പരിപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഈ സമയത്ത് നമ്മുടെ പൊട്ടാറ്റോ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാഷ്യൂ പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് തോന്നും, അയ്യോ ഇത് വെള്ളമായല്ലോ എന്ന്. പക്ഷേ തിള വരുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് മാറുന്നതായി കാണാൻ സാധിക്കും. ദേ നോക്കിയേ, നല്ല അടിപൊളി ക്രീമി ആയിട്ട് നമ്മുടെ കറി കുറുകിയിട്ടുണ്ട്. ഒരു തടുക്കയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കിഷ്ടമെങ്കിൽ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് ഗീയും ചേർക്കാവുന്നതാണ്. ഡ്രൈ ഗ്രേപ്സും ചേർത്ത് മൂക്കുന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് മല്ലിയിലയും തൂക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് പൂരിയോടൊപ്പം നല്ല അടിപൊളി വെജ് കുറുമ റെഡി. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉള്ള അടിപൊളി കുറുമയാണ്. നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം നല്ല ടേസ്റ്റി ആയത് റെഡിയായി.